ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ പ്രതിഷേധത്തിലാണ്. 1/3 നഴ്സുമാർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്ന് സേവനം. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കുന്നതിൽ സർക്കാർ നിലപാടെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് എന്നതാണ് സാഹചര്യം. നേരത്തെ സമാനമായൊരു സമരം നടത്തിയാണ് അടിസ്ഥാന ശമ്പളം 20,000 എന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ വലിയ ക്ലേശം അനുഭവിക്കുന്നു തങ്ങൾ എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സമരം അവിടേക്ക് ആരംഭിച്ചു കഴിഞ്ഞു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു വലിയ സംഘമാണ്, ഒരു വലിയ സംഘടനയാണ് അവരുടേത്. രണ്ടാമത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സമരം ഉണ്ടാവുന്നത്. എന്താണ് അവിടുത്തെ കാഴ്ച? അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃശൂരിൽ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന വലിയൊരു പ്രതിഷേധ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളുടെ നഴ്സുമാരുടെ നേതൃത്വത്തിൽ UNA നേതൃത്വം നൽകുന്ന സമരം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 40,000 പേർ പങ്കെടുത്ത സമരമായിരുന്നു തൃശൂരിൽ നടന്നതെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ വലിയ പങ്കാളിത്തത്തോടെ, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും നഴ്സുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് തലസ്ഥാനത്തും നടക്കുന്നത്. അതായത് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഈ ആശുപത്രികളിൽ നഴ്സുമാരുടെ വേതന വ്യവസ്ഥകൾ അത് കൃത്യമായി പരിഷ്കരിക്കാൻ തയ്യാറാകണമെന്ന ആവശ്യം കൂടി അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സമരം സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ജാസ്മിൻ, ഏത് തരത്തിലാണ് പ്രതിഷേധം? അതായത് ഇതൊരു ഒരു ദിവസത്തെ സമരമാണോ അതോ ഇതിനൊരു തുടർച്ച ഉണ്ടാവും? അത് തീർച്ചയായും തുടർച്ചയുണ്ടാവും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ നഴ്സുമാർ അവരെല്ലാം ഒരാഴ്ച ഇവിടെ നിൽക്കാനുള്ള ഡ്രസ്സുകളുമായിട്ടാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. ഏത് രീതിയിലും സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് പോകണമോ അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ തുടരുമോ എന്ന കാര്യം ഇന്ന് വൈകുന്നേരത്തെ കൺവെൻഷൻ ഞങ്ങൾ പ്രഖ്യാപിക്കും. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് എല്ലാ പാർട്ടികളോടും ഇവിടെ വരണം, അവരുടെ ഐക്യദാർഢ്യം വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതറിയാം. അവർ വരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വേദിയിലേക്ക് സ്വാഗതമാണ്. ഞങ്ങളെ സഹായിക്കുന്നവർക്കൊപ്പമായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങൾ ഉണ്ടാകുക എന്നുള്ള കൃത്യമായ സന്ദേശം ഞങ്ങൾ കൊടുക്കും. ഞങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചാൽ അത് വോട്ടിലൂടെ കൂടി ഞങ്ങൾ പ്രതിഫലിപ്പിക്കും എന്നുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുകയാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് UNA ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ UNA നേതൃത്വം നൽകുന്ന ഈ പ്രതിഷേധ സമരം സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച സമരമാണ് ഇപ്പോൾ പാളയം പിന്നിട്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തുന്നത്. വലിയ സുരക്ഷയാണ് പോലീസ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഈ സമരത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. യെസ്, വലിയൊരു സംഘമാണ്, കേരളത്തിലെ വലിയൊരു സംഘടനയാണ്, വലിയ മെമ്പർമാരുള്ള സംഘടനയാണ് UNA നഴ്സസ് അസോസിയേഷൻ. പല സംഘടനകളുണ്ടെങ്കിലും സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ എന്നത് വലിയൊരു സംഘമാണ്. നമുക്കറിയാം, ആരോഗ്യ മേഖലയിൽ പലപ്പോഴും സേവനം നടത്തുന്നവർക്ക് മികച്ച വേതനമില്ല എന്ന പരാതിയുണ്ട്. അതായത് ഡോക്ടർമാർക്കൊക്കെ പലപ്പോഴും വലിയ വേതനം കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും അനുബന്ധ മേഖലകളിലുള്ളവർക്ക് സർക്കാർ മേഖല മാറ്റി നിർത്തിയാൽ സർക്കാർ മേഖലയിൽ താരതമ്യേന മികച്ച ശമ്പളമാണുള്ളത്. പക്ഷേ അതിനുമപ്പുറം സ്വകാര്യ മേഖലയിലേക്ക് വരുമ്പോൾ അതില്ല. 20,000 രൂപ എന്ന അടിസ്ഥാന ശമ്പളം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയ സമരം അന്നത് വിജയം കണ്ടിരുന്നു. പക്ഷേ ചില സ്ഥാപനങ്ങളൊന്നും അത് പാലിക്കാനും തയ്യാറായില്ല. ഒരുപക്ഷെ ഈ പേറോളിൽ നോക്കുമ്പോൾ വലിയ തുകയാണ് അവർ ശമ്പളമായി കൈപ്പറ്റുന്നത്. പക്ഷേ പിന്നീട് ആ തുക തിരികെ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളും തൊഴിൽ തട്ടിപ്പുകളും നടന്നു വന്നിരുന്ന ഒരു മേഖല കൂടിയാണ് ഈ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സിംഗ് മേഖലകൾ. സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന തുക, അത് ലക്ഷക്കണക്കിനാണ് തുക അവർ ഫീസായി ഈടാക്കുന്നത്. ആശുപത്രി പക്ഷേ എന്തുകൊണ്ട് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട്. ഡാൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഡാൻ, മുമ്പ് നമുക്കറിയാം 20,000 രൂപ അടിസ്ഥാന വേതനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടന്ന് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴാണ് 40,000 അടിസ്ഥാന ശമ്പള വേതനം ആവശ്യപ്പെടുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ സർക്കാരിന് മുന്നിൽ ഇതുണ്ടാക്കുന്ന ഒരു വെല്ലുവിളി എത്രമാത്രം വലുതായിരിക്കും? സർക്കാർ ഇതിന് ഉത്തരവാദിയല്ല, പക്ഷേ സർക്കാരിനൊരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കേണ്ടി വരുമല്ലോ.
അതായത് ഒറ്റയടിക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സർക്കാർ. ആദ്യഘട്ടത്തിൽ തൃശൂരിൽ UNAയുടെ നേതൃത്വത്തിൽ ഈ സമരം നടന്നപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് ഈ വിഷയം ഗൌരവത്തോടെ തന്നെ പരിഗണിച്ചതാണ്. പക്ഷേ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ഇതിലെ വെല്ലുവിളി നിലനിൽക്കുന്നത്. അതേസമയം 7 വർഷമായി ശമ്പള പരിഷ്കരണം നഴ്സിംഗ് മേഖലയിൽ, സ്വകാര്യ ആശുപത്രികളുടെ നഴ്സിംഗ് മേഖലയിൽ നടപ്പിലാക്കിയിട്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപമാണ്, ആശങ്കയാണ് UNA ഉൾപ്പെടെയുള്ള നഴ്സുമാരുടെ സംഘടനകൾ മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഒരുപക്ഷെ അടുത്ത ആഴ്ച തന്നെ പ്രഖ്യാപിച്ചേക്കാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അവിടെയാണ് ഇത് കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ UDF-ഉം BJP-യും ഒക്കെ ഈ വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്നത്. അവിടെ തൃശൂരിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ UNAയുടെ ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്, UDF അധികാരത്തിലെത്തിയാൽ ആദ്യഘട്ടത്തിൽ തന്നെ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. അത്തരത്തിൽ രാഷ്ട്രീയമായി ഈ വിഷയം ഒരു വലിയ ആയുധമായി, പ്രചാരണ വിഷയമായി തെരഞ്ഞെടുപ്പിനടക്കം ഉയർത്തിക്കാണിക്കാനുള്ള ഒരു നീക്കം കൂടി മറ്റ് കക്ഷികളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അവിടെയാണ് ജാസ്മിൻ ഷാ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയ വാക്കുകൾ, അതായത് ഞങ്ങളെ സഹായിക്കുന്നവർക്കൊപ്പമായിരിക്കും ഞങ്ങൾ എന്ന ജാസ്മിൻ ഷായുടെ വാക്കുകളുടെ രാഷ്ട്രീയ പ്രസക്തി കൂടി വർദ്ധിക്കുന്നത്. കാരണം ഒരു സംഘടിതമായ ഒരു മൂവ്മെന്റായി മാറുമ്പോൾ അത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വലിയ തരത്തിൽ ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായി കൂടി മാറുകയാണ് UNA. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അവിടെയാണ് ഈ 40,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ സമരവുമായി തൃശൂരിൽ നിന്ന് സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കൂടി എത്തുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം, അല്ലെങ്കിൽ തുടർ സമരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് UNAയുടെ ഭാരവാഹികൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ്, ഡാൻ സൂചിപ്പിച്ചതാണ് സാഹചര്യം. ഒരു കാര്യം വ്യക്തമാണ്, ഈ ആവശ്യത്തിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാവുന്നത് സർക്കാരിനും ഭരണമുന്നണിക്കും ഇടതുപക്ഷത്തിനും തന്നെയായിരിക്കും. കാരണം അവർക്കൊരു നിലപാട് പറയേണ്ടി വരും. കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 40,000 കൊടുക്കുമെന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനൊരു പരിഹാര മാർഗം കണ്ടെത്തുക വെല്ലുവിളിയാണ് എന്നത് കാര്യം ഉറപ്പാണ്. സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു ആദ്യവട്ട ചർച്ചകളൊക്കെ നടത്തി ഒരു പരിഹാരമാണ്. 40,000 അടിസ്ഥാന ശമ്പളം ആവശ്യപ്പെടുന്നെങ്കിലും ഒരു ചർച്ചയുടെ ഭാഗമായി ഒരു നിയതമായ ഒരു തുകയിലേക്ക് അത് എത്തിച്ച് ഒരു ഒത്തുതീർപ്പിന് സാധ്യമാണോ, അതിന് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകളുമായി സർക്കാർ ഒരു ചർച്ച നടത്തേണ്ടി വരും. ഫലത്തിൽ ഇതിന്റെ ആവശ്യം ഉന്നയിക്കുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾക്ക് എതിരെയാണെങ്കിൽ കൂടിയും സർക്കാർ ഇപ്പോൾ ഉത്തരം പറയണമെന്നതാണ് സാഹചര്യം. ഡാൻ, ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുമായി സർക്കാർ ആശയവിനിമയം നടത്തി തുടങ്ങിയിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? അത്തരത്തിലുള്ള സൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നു. പക്ഷേ ഒറ്റയടിക്ക്, അതായത് ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. കാരണം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ മുമ്പോട്ട് വെക്കുന്ന ചില ആശങ്കകളുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ സർക്കാരിന് ഇക്കാര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറുന്നത്. അവിടെയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കി മാറ്റി തിരഞ്ഞെടുപ്പിൽ ഇതൊരു സജീവ ചർച്ചയാക്കി മാറ്റുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം കൂടി അവിടെയാണ് അതിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. കാരണം നമുക്കറിയാം, ഏതാണ്ട് ഏപ്രിൽ 2ാമത്തെ വാരത്തിലോ അല്ലെങ്കിൽ 3ാമത്തെ വാരത്തിലോ കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊരു മാസ് മൂവ്മെന്റായി യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം തൃശൂരിൽ സംഘടിപ്പിച്ചത്. അന്ന് രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട് വലിയൊരു ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മാധ്യമങ്ങളുടെ വേണ്ടത്ര ശ്രദ്ധ ആ പരിപാടിക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനത്തേക്ക് ഈ സമരവും പ്രതിഷേധവും മാറ്റിയാൽ അതിന് മറ്റൊരു മുഖം കൈവരും, അതിന് രാഷ്ട്രീയ പ്രസക്തി വർദ്ധിക്കും എന്നൊരു വിലയിരുത്തലിലേക്ക് UNA എത്തിയത്. ആ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റിന്റെ കവാടത്തിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം UNAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം ഒരാഴ്ച നീണ്ടുപോയാൽ ആ ഒരാഴ്ചയും
അങ്ങനെ തന്നെ സമരം ഇത്രയധികം ആളുകൾ ഒരുമിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമായാണ് സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് തങ്ങൾ പ്രതിഷേധവുമായി എത്തുന്നതെന്നാണ് ജാസ്മിൻ ഷാ അടക്കം വ്യക്തമാക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി ജാസ്മിൻ ഷായിലേക്ക് പോകാം. ഈ ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് കഴിയുമെന്ന്, പ്രായോഗികമായി അത് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, 2025 ഡിസംബർ 27 തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർ ഒരു മാസം കൊണ്ട് ശമ്പളം പരിഷ്കരിക്കുമെന്ന് മാധ്യമങ്ങളടക്കം മുന്നിൽ പ്രസ്താവിച്ചാണ്. യഥാർത്ഥം ഇതിനും എല്ലാ തടസ്സങ്ങളും നീങ്ങിയ, എല്ലാ ചർച്ചകളും എല്ലാ കാര്യങ്ങളും നീങ്ങിയ ഇത് പ്രഖ്യാപിക്കുക എന്നുള്ള നടപടിക്രമം മാത്രമാണ് മുന്നിലുള്ളത്. എന്തുകൊണ്ട് ഇത് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. യഥാർത്ഥത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രി മേഖലകളെ സഹായിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളും സർക്കാരിന് മുമ്പിൽ ചില കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുത്തടിച്ച് ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 2023 തുടങ്ങിയ ചർച്ചയാണിത്. സർക്കാർ മാനേജ്മെന്റായിട്ട് 3 വർഷം ചർച്ച ചെയ്ത് ഇനിയും അവരുടെ പ്രയാസം വേണമെങ്കിൽ അത് കേൾക്കാൻ നിൽക്കരുത്. സാധാരണക്കാരൻ അറിയാം, സ്വകാര്യ ആശുപത്രികൾ ചെന്നു കഴിഞ്ഞാൽ അവർ എത്ര തുകയാണ് ചികിത്സാ ഫീസായി നൽകുന്നത്. അതിൽ നഴ്സിംഗ് ചാർജ് ആയിട്ട് തന്നെ ഭീകരമായ തുക നൽകുന്നു. അപ്പോ അതിൽ നഴ്സിംഗ് ചാർജ് നിങ്ങൾക്ക് വലിയ തുകയാണ് വാങ്ങുന്നത്. അതിൽ നിന്ന് ഒരു വീതം, അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് കിട്ടിയേ പറ്റൂ. അത് നടപ്പിലായില്ലെങ്കിൽ കേരളത്തിൽ ആ സ്വകാര്യ ആശുപത്രി മേഖല പരിപൂർണമായിട്ടും സ്തംഭിപ്പിക്കപ്പെടും. അതായത് ഇത് സർക്കാരിനെ വലിയ തരത്തിലൊരു പ്രതിസന്ധിയിലാക്കുന്ന, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു മൂവ്മെന്റായി മാറുകയാണത്. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറയും ഞങ്ങൾക്ക് അർഹമായ ശമ്പളം കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ പറയുന്നത് തൊഴിൽ വകുപ്പ് മന്ത്രി 2023 ഡിസംബർ 27 പ്രഖ്യാപിച്ച ശമ്പളം ഞങ്ങൾക്ക് ലഭിച്ചേ പറ്റുള്ളൂ. ആരോഗ്യ വകുപ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗികമായ ചർച്ചകൾ ഇതിനോടനുബന്ധിച്ച് നടത്തുന്നു? ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ആരോഗ്യവകുപ്പ് ഓഫീസും മന്ത്രിയുടെ ഓഫീസും ഈ സമരം പൊളിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. നിശാഗന്ധി ഓഡിറ്റോറിയം ഞങ്ങൾക്ക് ലഭിച്ചാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് അത് റദ്ദാക്കിയത്. എന്തിനാണ് ഇവർ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? സ്വകാര്യ ആശുപത്രികൾക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ആരോഗ്യമന്ത്രി അവർക്ക് വേണ്ടി അവരുടെ പ്രീണനം നടത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ പൊതുജനാരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. ആരോഗ്യമന്ത്രിയും അത് തന്നെയാണ് പറയുന്നത്. വലിയ ആധുനികവൽക്കരണം അടക്കം. അതപ്പോൾ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ബാധിക്കുന്നതോടൊപ്പം തൊഴിലാളികൾക്കുള്ള ജീവിക്കാനുള്ള അവസരം കൂടി ഒരുക്കണം. ഇവിടെ ഫ്രഷറായിട്ട് കയറുന്ന ഒരു നഴ്സിന് 10,000 രൂപയാണ് പല ആശുപത്രികളും കൊടുക്കുന്നത്. 20,000 രൂപയാണ് സ്റ്റാഫ് നഴ്സിന് കൊടുക്കുന്നത്. 600 രൂപ പോലും ഒരു മാസം കൊടുക്കുന്നത്. എങ്ങനെയാണ് ഇവർ ജീവിക്കുക? പെട്രോളിന്റെ, ഗ്യാസിന്റെ 2018 ഏപ്രിൽ 23 ശേഷം 2026 300% ചികിത്സാ വർധനമാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് ബില്ലുകൾ വരുത്തിയത്. എന്നിട്ട് അതിന്റെ ഒരു വീതം പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആശുപത്രികൾ വികസിക്കുന്നു, ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിക്കുന്നു, പക്ഷേ ജീവനക്കാരന് അവന്റെ പക്ഷം കുമ്പിളിൽ തന്നെ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ നഴ്സുമാരുടെ എല്ലാ സംഘടനകളും ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടോ നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന്? യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 13 ജില്ലകളിൽ ഞങ്ങളുടെ സംഘടന മാത്രമാണ് ആശുപത്രി മേഖലയുള്ളത്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം എന്നല്ല 99% നഴ്സുമാരും ഈ സമരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരും ഞങ്ങളോടൊപ്പം ചേരണം. ഏതെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ അവരും ചേരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത്തരത്തിലാണ് പ്രതികരണം. അതായത് 2023 മുതൽ തുടർച്ചയായി ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉചിതമായ സമയത്ത് ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇങ്ങനെ സമരവുമായി സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് എത്തേണ്ടി വരുന്നത് എന്ന് വ്യക്തമാക്കിയാണ് UNA-യുടെ പ്രതിനിധിയായ ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് എത്തുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം എത്തുകയാണ്. നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. അതിശക്തമായ പ്രതിഷേധമായി കൂടി അത് മാറുകയാണ്. സർക്കാരിനെതിരെ, ആരോഗ്യമന്ത്രിക്കെതിരെ, ആരോഗ്യവകുപ്പിനെതിരെ, തൊഴിൽ വകുപ്പിനെതിരെ ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് അവർ മുഴക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു വെല്ലുവിളി ഉണ്ടാക്കും. കാരണം വലിയ സംഘടിത ഗ്രൂപ്പാണ് അവർ എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.